അതുപോലെ തന്നെ ഒരു സ്പേസ് ഇടുക. ഇപ്പൊ ഇട്ടുകൊണ്ടിരിക്കുന്ന തൊട്ട് മേൽഭാഗമാണ് കൈയുടെ മുകൾ ഭാഗം, മുമ്പത്തത് താഴ്ഭാഗം. അപ്പൊ നമ്മൾ കൈ പൊക്കിട്ട് കഴിഞ്ഞു. ഇനി പൊക്കിട്ട കൈയിനെ നമ്മൾ മുമ്പ് തയ്ച്ചു വെച്ച ടൈറ്റിൽ ഭാഗം എടുക്കുക. കറക്റ്റ് ഇതിന്റെ സെന്റർ എടുക്കുക. പൊക്കിട്ടപ്പോൾ സെന്ററിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ കൂടിയിട്ട് സെന്ററിനെ ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. വിട്ടിട്ട് കൊടുക്കുക. ഇതിന്റെ സെന്ററും ഒരുമിച്ച് വെക്കുക. കൈയെത്തുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക. പീസ് അടിയിൽ വെച്ചിട്ട് പഫ് ഇട്ട ഭാഗം മേലെ വെക്കുക. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഫ് ഇട്ടത് ചുഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്ത് കയറി പോകാതിരിക്കാന് കറക്റ്റ് അല്ലേ നോക്കുക. ഇതുപോലെ മറ്റേ കൈയും ഒരുമിച്ച് സ്പേസ് ഉണ്ട്. അത് ആദ്യം കുറച്ച് നിറച്ചെടുക്കുക. മാർക്ക് നോക്കുക. ഒന്നും പുറം മാറരുത്. ഇപ്പൊ നമ്മൾ പഫ് ഇട്ട് കഴിഞ്ഞു. ഇതാണ് പഫ് കൈ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ തുമ്പിന് നമ്മുടെ ടൈറ്റ് ഭാഗം താഴ്ഭാഗത്തോട്ട് ആക്കിയിട്ട് ചവിട്ട് വീതിക്ക് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. തുമ്പ് അങ്ങോട്ടും കയറി പോകാതിരിക്കാണ്. തുമ്പൊക്കെ നേരെ താഴത്തെ തുമ്പൊക്കെ ചവിട്ട് വീതി എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. രണ്ടാമത്തെ കൈ അതുപോലെ തുമ്പ് ടൈറ്റ് ഭാഗത്തോട്ട് കൊടുത്തിട്ട് ചവിട്ട് വീതിക്ക് അതുപോലെ 1/4 ഇഞ്ച് വീതിക്ക് അപ്പൊ നമ്മൾ പഫ് കൈന്റെ പഫ് സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി സൈഡ് കൂട്ടുക. തുമ്പക്കൊപ്പില്ല നോക്കുക. ടൈറ്റ് ഭാഗം അളവുണ്ട്. അളവ് നോക്കുക. 10 ഇഞ്ച് ലൂസ്, 11 ഇഞ്ച് ലൂസ്. അപ്പൊ 5.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ച് ഇട്ടിട്ടടിക്കുക. തിരിച്ചിട്ടിട്ട് ഓപ്പോസിറ്റ് സ്റ്റിച്ച് കൂടെ കൊടുക്കുക. രണ്ടാമത്തെ കൈ എടുക്കുക. ടേപ്പ് വേണമെന്നില്ല. നമ്മൾ ഈ കൈയിന്റെ കറക്റ്റ് വെച്ച് കൊടുക്കുക.
അതേ സ്റ്റിച്ചിന്റെ അളവിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. തിരിച്ചിട്ട് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുക്കുക. നൂലൊക്കെ വെട്ടി കട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ പഫ് സ്ലീവിന്റെ സ്റ്റിച്ചിങ് മാത്രം, ബോഡിന്റെ അല്ല. പഫ് കൈ എന്ന് പറയുന്നതാണ്. താഴെ ഒരു 5 ഇഞ്ചോളം ടൈറ്റ് വന്നു, മേലോട്ട് തന്നെ പഫ് വന്നിട്ടുള്ള കൈ. ഇതിന് ബോഡിയിൽ ഫിറ്റ് ചെയ്ത് കൈ ഇട്ട് കഴിയുമ്പോൾ പകുതി ഭാഗം അങ്ങനെ പഫായി നിൽക്കും, താഴെ ഭാഗം ടൈറ്റായി നിൽക്കും. ഇപ്പൊ ഞാൻ താഴത്താണ് ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ലൂസ്. മുട്ടിന് മേലായിട്ടാണ് വരിക, അപ്പൊ ടൈറ്റിൽ കിടക്കും. ഇവിടെ പഫായി നിൽക്കും. ഇതാണ് താഴെ ടൈറ്റ്, മേലെ പഫ് വന്നിട്ടുള്ള സ്ലീവ്. കൈൻ്റെ സ്റ്റിച്ചിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.